വിജയനാഥ് സാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ BJP-യിലേക്ക് CPM-ൽ നിന്ന് ആലപ്പുഴയിൽ ഒരാൾ വന്നിട്ടുണ്ട്. അദ്ദേഹം BJP-യിലേക്ക് വന്നതിന് പിന്നാലെ ഒരു കുത്തൊഴുക്ക് ആലപ്പുഴയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഇപ്പോൾ CPM-ൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഏരിയ സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കാൻ പോകുന്നു. ആലപ്പുഴയിൽ അതിഭീകരമായിട്ടുള്ള തമ്മിൽ തല്ല് CPM-നുള്ളിൽ നടക്കുകയാണ്. എന്തൊക്കെയാണ് ഈ CPM-നുള്ളിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആലപ്പുഴയിൽ നിന്ന് BJP-യിലേക്ക് ആരാണ് വന്നത്? ആലപ്പുഴയിൽ അതിരൂക്ഷമായ പ്രശ്നമാണ് നടക്കുന്നത് CPM-നകത്ത്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല, വളരെ മുന്നേ തുടങ്ങിയതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിരൂക്ഷമായി തീർന്നിരിക്കുകയാണ്. നമുക്കറിയാം, അവിടെ ആലപ്പുഴയിലെ രണ്ട് പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്നത് ഒന്ന് തോമസ് ഐസക്കും മറ്റൊന്ന് ജി സുധാകരനുമാണ്. ഇവരെ രണ്ടുപേരെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തി പിണറായി വിജയൻ. ഐസക്കിനെ പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക്. സുധാകരന് മത്സരിക്കാൻ ഇടം കൊടുത്തുമില്ല, ലോക്സഭയിലായാലും നിയമസഭയിലായാലും. എന്നിട്ട് 21-ലെ അമ്പലപ്പുഴയിൽ മത്സരിച്ച സലാമിന് വേണ്ട തരത്തിലുള്ള പിന്തുണ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണത്തിൽ നിന്ന് മാറി നിന്നു എന്ന് ഒരു ആരോപണം സുധാകരൻ്റെ മേലുണ്ടായി. പാർട്ടി തല അന്വേഷണമുണ്ടായി, അദ്ദേഹത്തെ തരം താഴ്ത്തുകയും ചെയ്തു. ഇപ്പോൾ അവിടെ നടക്കുന്ന ഏരിയ സമ്മേളനത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വീടിന് സമീപമാണ്, ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല. അദ്ദേഹം പാർട്ടിക്കെതിരെ പലപ്പോഴും നിശിതമായ വിമർശനം പോലും നടത്താറുണ്ട്. CPM-ൽ നിന്ന് പണ്ട് മത്സരിച്ച് വിജയിച്ച ഒരു MP ആയിരുന്നു ആഞ്ചലോസ്, TJ ആഞ്ചലോസ്. ഈ ആഞ്ചലോസ് പിന്നീട് CPI-യിലേക്ക് പോയി. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ ചില റിപ്പോർട്ടുകൾ വന്നു, അങ്ങനെയാണ് പുറത്താക്കിയത്. അത് സുധാകരൻ പറയുന്നത് CPI-യുടെ സമ്മേളനത്തിൽ തന്നെ വെച്ച് എന്ന് പറഞ്ഞതാണ്. CPM-ൽ നിന്ന് ഈ ആഞ്ചലോസിനെ പുറത്താക്കിയത് കള്ള റിപ്പോർട്ടിലൂടെയാണ് എന്ന്. അത് സുധാകരനെ പോലുള്ളവർ പറയുമ്പോൾ അതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിരൂക്ഷമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പ്രശ്നം. ഇടയ്ക്ക് അവിടെ ഈ സ്ത്രീ പീഡന വിഷയത്തിലൊക്കെ CPM സഖാക്കളുണ്ട്. ലഹരി കേസുകളിൽ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സജി ചെറിയാൻ്റെ ഗ്രൂപ്പ് ഒരു ഭാഗത്ത് ഇങ്ങനെ മുമ്പോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ BJP വലിയ മുന്നേറ്റം കുറിച്ചു. ശോഭാ സുരേന്ദ്രനായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. ആലപ്പുഴ മണ്ഡലമായിരുന്നു CPM-ന് ഉണ്ടായിരുന്ന ഏക മണ്ഡലം. അവിടെ തോൽക്കുകയും ചെയ്ത് ഇത്തവണ KC വേണുഗോപാൽ വിജയിച്ചു. ആ ശോഭാ സുരേന്ദ്രൻ പിടിച്ച നല്ല പങ്ക് വോട്ട് CPM-ൻ്റേതാണ് എന്നും CPM തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രനായിരുന്നു മുന്നേറ്റം. പ്രതിഭാഹരിയുടെ മണ്ഡലമാണ്. 21-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഭാഹരിക്ക് എതിരെ തന്നെ CPM-നകത്ത് പ്രതിഭയെ തോൽപ്പിക്കാനായിട്ടുള്ള മത്സരവും ഉണ്ടായിരുന്നു. അങ്ങനെ അടിക്കടി ഇങ്ങനെ വിഭാഗീയത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ CPM-ൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് അവിടെ നിന്ന് CPM-ൽ നിന്ന് രാജിവെച്ച് BJP-യിലേക്ക് വന്നിരിക്കുന്നത്. ഇത് BJP-ക്ക് ഒരു നേട്ടമാണ്. കാരണം പാലക്കാട് കണ്ടത് മറ്റൊരു ചിത്രമാണ്. സന്ദീപ് വാര്യർ അവിടെ നിന്ന് ഇറങ്ങി കോൺഗ്രസിലേക്ക് പോയത്. ഇപ്പോൾ ഇവിടെ BJP-ക്ക് ആശ്വസിക്കാൻ വക കിട്ടിയിരിക്കുകയാണ്. ഇനിയും കൂട്ടത്തോടെ BJP-യിലേക്ക് വരും എന്നാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ജി സുധാകരൻ തന്നെ ഇനി BJP-യിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. പലരും നേരത്തെ കണക്ക് കൂട്ടി സുധാകരൻ വീട്ടിൽ രാമായണം വായിക്കുന്നുണ്ട്, അപ്പോൾ BJP-യോട് ഒരു സംഖ്യ അനുഭാവം, അങ്ങനെയാണല്ലോ എല്ലാവരും കണക്ക് കൂട്ടുന്നത്. രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സംഖ്യയാണ്, രാമായണം വായിക്കുന്നവൻ സംഖ്യയാണ് എന്ന് വിധി എഴുതുന്ന ഒരു രീതിയാണുള്ളത്. സുധാകരൻ കവി കൂടിയാണ്. അതുകൊണ്ട് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഈ പദസമ്പത്തുള്ള ഇടമാണ് രാമായണം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുധാകരൻ അത് കൃത്യമായി അത് വായിക്കുകയും ഒക്കെ ചെയ്യും. സുധാകരൻ്റെ വീട്ടിൽ പണ്ട് ഈ മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തിയെന്നും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ഒരുപക്ഷെ ഈ CPM-ലെ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ സുധാകരൻ
CPM-നകത്ത് നിലനിന്ന് പോകും എന്ന് തോന്നുന്നില്ല. ഈ ആലപ്പുഴയിലെ വിഭാഗീയത എല്ലാ തരത്തിലും പരിഹരിക്കാൻ ഓരോ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. ഇപ്പോൾ ഇനി അതൊട്ടും നടക്കത്തുമില്ല. കാരണം കേരളം മുഴുവൻ താഴെ തട്ട് മുതൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ചോദ്യം ഉയർന്നിരിക്കുകയാണ്. പിണറായി വിജയനോടും MV ഗോവിന്ദനോടും ഒക്കെ. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലം ജില്ലയിലെ കാർത്തികപ്പള്ളിയിലും കരുനാഗപ്പള്ളിയിലും ആയാലും കാർത്തികപ്പള്ളിയിലായാലും ചാത്തന്നൂരിലും ഒക്കെ കണ്ടത്. അവിടെ ചാത്തന്നൂരിലൊക്കെ പോര് രൂക്ഷമാണ്. വനിതാ സഖാക്കളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പെൺപിടിയന്മാരെയൊക്കെ തന്നെ പിടിച്ച് മുറിക്കകത്തിട്ട് പൂട്ടുക വരെ ചെയ്തു. അപ്പോൾ CPM-ന് ഇനി വലിയ നേതൃത്വത്തോടെ ചോദ്യം ചെയ്യുന്ന അണികൾ ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ പിണറായി വിജയൻ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഈ ഒരുതരം ഈ ധാർഷ്ട്യവും അടക്കി ഭരണവുമാണ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു എന്നുള്ളത്. ഇപ്പം സുധാകരൻ എന്ന് പറഞ്ഞാൽ അഴിമതിയില്ലാത്ത ഒരു നേതാവാണ്. 2016 പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ അഴിമതി നടത്താവുന്ന ഒരു വകുപ്പായിരുന്നു. പക്ഷേ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കറപ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. ഈ 21 വന്നപ്പോൾ സുധാകരനെ മാറ്റി നിർത്തി. പൊതുമരാമത്ത് വകുപ്പ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? മരുമകനാണ് കൊടുത്തിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത് വലിയ കൈയിട്ടുവാരൽ നടത്താവുന്ന വകുപ്പാണ്. പൊതുമരാമത്തും ടൂറിസവും കൂടിയാണ്. 2 പ്രധാന വകുപ്പുകളാണ് മരുമകന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പാർട്ടിയെ മുഴുവനായിട്ട് പിണറായി വിജയൻ തൻ്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെ കാൽക്കീഴിലേക്ക് കൊണ്ടുവന്ന് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലപ്പുഴയിൽ വിഭാഗീയത രൂക്ഷമാവുകയാണ് ചെയ്യുന്നത്. തോമസ് ഐസക്കിനും അതിശക്തമായ പ്രതിഷേധമുണ്ട്. പിണറായി വിജയൻ ആരെയൊക്കെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവരെയൊക്കെ ഒതുക്കുകയും ചെയ്തിട്ടുണ്ട്. 2014 കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലാണ് MA ബേബിയെ കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിച്ചു. NK പ്രേമേന്ദ്രനെതിരെ പരാജയപ്പെട്ടു. പോളിറ്റ് ബ്യൂറോയിലേക്ക് പോവുകയല്ലേ ചെയ്തത്. പിന്നീട് ഇവിടുന്ന് അങ്ങ് ഒതുക്കി എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിലും ട്രാക്ക് ക്ലിയർ ചെയ്ത് പോകുകയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയെ പൂർണ്ണമായും തൻ്റെ വരുതിയിൽ നിർത്തി എന്നുള്ളതാണ്. സാധാരണ പാർട്ടി സെക്രട്ടറി പദവിയിൽ നിന്ന് ഒഴിഞ്ഞ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് പാർട്ടി സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലായിരിക്കും CPM-ൻ്റെ സ്വഭാവം അനുസരിച്ച് മുഖ്യമന്ത്രി നിൽക്കുക. പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും തിരികെയാണ് നിൽക്കുന്നത്. അതായത് പാർട്ടി സെക്രട്ടറി പോലും പിണറായിയുടെ കാൽ കീഴിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം വരുന്നില്ലായിരുന്നു. കോടിയേരി പൊതുവെ ഒരു സമവായത്തിൻ്റെ ആൾ കൂടിയാണ്. അപ്പം EP ജയരാജൻ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളിൽ അതൃപ്തി പ്രകടമാക്കി മാറി നിൽക്കുകയല്ലേ ചെയ്യുന്നത്? EP ജയരാജൻ ഇപ്പോൾ ഒന്നിലും സജീവമായിട്ട് നിൽക്കുന്നില്ലല്ലോ. തൻ്റെ ആത്മകഥയിലെ ഒരു ഭാഗം പുറത്തു വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രശ്നമാകെ വഷളായി നിൽക്കുകയാണ്. UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറി. അങ്ങനെ 21 തെരഞ്ഞെടുപ്പിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഇതൊക്കെ പിണറായി വിജയനുമായിട്ടുള്ളൊരു അകൽച്ച. EP ജയരാജനായിരുന്നു ഇവിടെ പാർട്ടി സെക്രട്ടറി ആയിട്ട് വരേണ്ട ആള്. കോടിയേരിക്ക് ശേഷം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇതൊന്നും അല്ലാതിരുന്നിട്ട് MV ഗോവിന്ദനെ അത് ഏൽപ്പിച്ചപ്പോൾ പിണറായിയുടെ വരുതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ കൊണ്ടുപോകേണ്ടി വന്നതുകൊണ്ടാണ് പാർട്ടിക്ക് ജില്ലാ തലങ്ങളിലൊക്കെ ഈ വലിയ വിഭാഗീയത രൂക്ഷമായത്. ആ വിഭാഗീയതയുടെ ഏറ്റവും വലിയ പ്രകടനമാണ് ആലപ്പുഴയിൽ കാണുന്നത്. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ ഇത്തരത്തിൽ BJP-യിലേക്കുള്ള ഒരു കുത്തൊഴുക്ക് ഉണ്ടാകുന്നതും. അവിടെ നിന്ന് പോയ അംഗം പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഭരണമെന്ന് പറയുന്നത് എല്ലാ തരത്തിലും അംഗീകരിക്കേണ്ടത് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് വാര്യർ പറഞ്ഞ എന്താണ്? നരേന്ദ്രമോദി വർഗീയവാദിയാണ്, അല്ലേ, മതേതര സ്വഭാവം ഇല്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞു പോയി. അത് കോൺഗ്രസ്സുകാരെ പോലും ഞെട്ടിച്ചു എന്നുള്ളതാണ്. കാരണം അത്തരത്തിലുള്ളത് കോൺഗ്രസ്സുകാർ പോലും പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുണ്ടാകാൻ പോകുന്നത് ഇനി ഇപ്പം സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുമ്പോൾ, ജില്ലാ സമ്മേളനം വരുമ്പോൾ ഒന്നുകൂടെ പൊട്ടിത്തെറി ഉണ്ടാകും. സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. പാർട്ടിയിൽ ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള പൊട്ടിത്തെറിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അത് CPM-ൻ്റെ ഒരു പരീക്ഷണ കാലഘട്ടം തന്നെ ആയിരിക്കും. അതിലൂടെ ഉണ്ടാകുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുകയും ചെയ്യും. ശരി.